യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഞാൻ എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നമ്മൾ കേട്ടിട്ടില്ലേ, പയ്യെ തിന്നാൽ പനയും തിന്നാന്ന്. അത് ശരിയാണ് കേട്ടോ. ഈ പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. കുറച്ച് മെനക്കെട്ടാൽ ഈ പനയും നമുക്ക് അകത്താക്കാം. യൂട്യൂബ് ചാനൽ തുടങ്ങി അന്ന് മുതൽ ഞാൻ ശ്രമിക്കുന്നതാണ് ഇങ്ങനെയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്ന്. ആർക്കും ഒരു സംശയവുമില്ലാതെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ. അതിന് ഞാൻ മാത്രം വിചാരിച്ചാൽ പോരല്ലോ, നല്ലൊരു പനയും കൂടെ ഒത്തുവരണ്ടേ. അപ്പോൾ ഇന്നലെ രാത്രിയാണ് ഞാൻ നാട്ടിലെത്തിയത്. ഏകദേശം രാത്രി 12 മണിയായി. അപ്പോഴേ അമ്മ പറഞ്ഞു, നീ കാത്തിരുന്ന സംഭവം റെഡിയാണ്, നമ്മുടെ പ്രിയയുടെ വീട്ടിൽ നല്ലൊരു പന മുറിച്ചിട്ടുണ്ട്, അപ്പോൾ നാളെ രാവിലെ തന്നെ നിന്റെ വീഡിയോ ക്യാമറയും ലൈറ്റൊക്കെ ആയിട്ട് പോയിക്കോ, സംഭവങ്ങളൊക്കെ റെഡിയാണെന്ന്. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. കുറച്ച് പ്രായമായിട്ടുള്ള ഒരു പന മുറിക്കുമ്പോൾ അതിൽ നിന്നും പന പൊടിയെടുത്ത് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പനപ്പിട്ട് അല്ലെങ്കിൽ പന വിരകിയത്, അല്ലെങ്കിൽ ചിലർ പന ഹൽവ എന്നൊക്കെ പറയും, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. പനപ്പിട്ടുണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ആ പൊടി എങ്ങനെയാണ് ആ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. ഞാൻ സ്ഥലത്തെത്തുമ്പോഴേക്കും ഞങ്ങളുടെ അയൽക്കാരെല്ലാവരും പന നെടുകെ കീറി അതിൻ്റെ ഉള്ളിലുള്ള കഷ്ണങ്ങളൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. കൂട്ടത്തിൽ ലീഡറായിട്ട് ഇത്തിക്കുട്ടി ഉമ്മയും ഉണ്ട്. ഉമ്മയുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് പനകളും ഒരുപാട് പനപ്പൊടി എടുക്കലൊക്കെ കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ഉമ്മ തന്നെ ഇതിനെപ്പറ്റി എന്താ പറയണതെന്ന് കേട്ടു നോക്കാം. കൊണ്ടുപോയി ഉണക്കുക, ഉണക്കിയിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചിട്ട് വലിയ ചെരുവൻ തുണി കെട്ടിയിട്ട് അതിൽ ഊറാൻ വെച്ചിട്ട് ഇളക്കി പൊടി എടുക്കുക. നമ്മള് മറ്റുള്ള പൊടികളൊക്കെ മാറ്റി തന്നെ ഉണ്ടാവില്ല. മഴക്കാലത്തൊക്കെ വിരകിയിട്ടൊന്നുമില്ല. കേട്ടല്ലോ, പറയുമ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഓരോന്നും നമുക്ക് ചെയ്തു തുടങ്ങണം. അപ്പൊ ആദ്യമേ തന്നെ പന നെടുകെ കീറി അതിന്റെ ഉള്ളിലുള്ള കഷ്ണങ്ങൾ ഇതുപോലെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനെ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ കഷ്ണങ്ങളെല്ലാം ചെറുതായൊന്ന് വെയിലിൽ വാട്ടിയതിനു ശേഷം മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചെടുക്കണം. പണ്ടൊക്കെ മില്ലിൽ കൊണ്ടുപോയി പൊടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും ഉരലിൽ തന്നെയാണ് ഇടിച്ച് ഇതിൻ്റെ പൊടിയെടുത്തിരുന്നത്. ഇത് ചെറുതായൊന്ന് വാട്ടുമ്പോഴാണ് മില്ലിൽ പൊടിക്കാൻ എളുപ്പമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിതൊന്ന് വാട്ടുന്നത്. അല്ലെങ്കിൽ നേരിട്ട് തന്നെ നമുക്ക് മില്ലിൽ കൊണ്ടുപോയി കൊടുക്കാവുന്നതാണ് എന്ന് കരുതി വെയിലത്ത് ഒരുപാട് ഉണങ്ങരുത്, പണിപാളും. മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചെടുത്ത പൊടിയാണ് ഈ പ്ലാസ്റ്റിക് കവറിൽ ഇരിക്കുന്നത്. ഇനി വായു വട്ടമുള്ള വലിയൊരു ചെമ്പിൽ നിറച്ചും വെള്ളം എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു വെളുത്ത മുണ്ട് കെട്ടിവെക്കുക. ഈ മുണ്ടിലേക്കാണ് നമ്മൾ പൊടി അല്പാൽപമായി ഇട്ടുകൊടുത്ത് തിരുമ്മി കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി അരിച്ചെടുക്കേണ്ടത്. ഈ പൊടിയിൽ നിന്നും ഏറ്റവും മൃദുലമായിട്ടുള്ള പൊടി വെള്ളത്തിനടിയിൽ ഊറി താഴെ പോയി നിൽക്കും. ഇതാണ് ഇതിന്റെ പ്രോസസ്സ്. വെള്ളം പോരെങ്കിൽ അല്പാൽപ്പം നമുക്ക് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. പക്ഷെ പെട്ടെന്ന് തന്നെ ഇത് അരിച്ചെടുക്കരുത്, കുറച്ച് നേരം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞത്, പയ്യെ തിന്നാൽ മാത്രമേ പന തിന്നാൻ പറ്റുകയുള്ളൂ. കുറച്ച് മെനക്കേടുള്ള പണി തന്നെയാണ്, പക്ഷേ ഇതിൽ നിന്നും കിട്ടുന്ന ആ ഒരു വിഭവത്തിന്റെ രുചി നമുക്ക് അറിയുന്നത് കൊണ്ട് ഈ മെനക്കേടൊന്നും ഒന്നുമല്ലാതായി തീരും. ഈ വെള്ളത്തിൽ കൈയിട്ടുള്ള ഈ പരിപാടി കിച്ചുനും ദേവനും വളരെ ഇഷ്ടമായി. അപ്പൊ അവരും കൂടിയിട്ടുണ്ട് കൂടെ. ഈ കാണുന്നത് നമ്മൾ അരിച്ചെടുത്തതിന് ശേഷമുള്ള വേസ്റ്റ് ആണ്. ഒരിക്കലും പ്രകൃതിയിൽ നിന്നും കിട്ടുന്നതായതുകൊണ്ട് ഇതിനെ വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇതും കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പൊ ഈ പൊടിയെല്ലാം ഇതുപോലെ അരിച്ചു വെച്ചതിന് ശേഷം ഈ ചെമ്പ് അനക്കാതെ ഒരു 3-4 മണിക്കൂർ വെക്കണം. ഇപ്പോൾ വൈകിട്ടാണ് നമ്മൾ അരിച്ചു വെച്ചതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഇതൊന്ന് തുറന്നു നോക്കിയാൽ മതി. പക്ഷേ ഇളക്കാതെ വെക്കണം എന്നുള്ളത് വളരെ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഏറ്റവും മൃദുലമായിട്ടുള്ള പൊടി അടിയിൽ അടിഞ്ഞുകൂടുള്ളൂ. ഇനി ഇതിലുള്ള വെള്ളം വളരെ ശ്രദ്ധിച്ച് പൊടിയൊന്നും ഇളകി വരാത്ത രീതിയിൽ വേണം ഊറ്റിക്കളയാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു സ്ഥലത്തിരുന്നതിന് ശേഷം വളരെ പതുക്കെ വേണം നമ്മൾ ഇതിൻ്റെ വെള്ളം കളയാനായിട്ട്. ഈ കാണുന്നതാണ് വളരെ നൈസായിട്ടുള്ള ടാൽക്കം പൗഡർ പോലെ ഉണ്ടാവും അതുപോലെയുള്ള പനപ്പൊടി. പക്ഷേ ഈ ഒരു നിറവ്യത്യാസം കണ്ടോ, ഇത് പനയുടെ കറയാണ്. അപ്പോൾ ഈ കറയും കൂടെ കളഞ്ഞിട്ട് വേണം നമുക്കിത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഈ കറ എങ്ങനെയാണ് കളയുക? അതിനായിട്ട് വീണ്ടും ഇതിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം കൈകൊണ്ട് നന്നായി ഇളക്കിയെടുത്ത് കഴുകണം. ഇതിൻ്റെ അടിയിൽ നല്ല പാറ പോലെ ഇതിൻ്റെ പൊടി ഉറച്ചിരിക്കും. ഇത് കണ്ടോ. അപ്പോൾ ഇതിനെ വീണ്ടും പൊട്ടിച്ച് നന്നായിട്ട് ഇളക്കി വേണം ഒരുപാട് വെള്ളത്തിൽ ഒന്ന് കഴുകുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇളക്കി വെച്ചതിന് ശേഷം വീണ്ടും അനക്കാതെ ഒരു 2-3 മണിക്കൂർ വെച്ചാൽ ഇതിൽ നിന്നും പൊടികൾ താഴെ അടിഞ്ഞതിന് ശേഷം വെള്ളം മാത്രം മേലെ തെളിഞ്ഞു വരും. ഇത് 2ാമത്തെ തവണയുള്ള കഴുകലാണ്. ഇപ്പോൾ തന്നെ പൊടി നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ ഒന്നും കൂടെ മനസ്സിനൊരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ഒരു തവണ കൂടെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് വീണ്ടും ആ വെള്ളം ഊറാൻ വെച്ചതിന് ശേഷം കഴുകിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. 3 പ്രാവശ്യത്തെ കഴുകലിന് ശേഷം നമ്മുടെ പനയുടെ പൊടി ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഇനിയൊരു പ്ലാസ്റ്റിക് ഷീറ്റിൽ നല്ല വൃത്തിയുള്ളൊരു തുണി വിരിച്ചതിന് ശേഷം നമ്മൾ നല്ലോണം ഉണക്കാൻ പോവുകയാണ്. പണ്ടുള്ളവർ
ഒരു തോർത്തിൽ ഈ പൊടിയെല്ലാം കെട്ടിയിട്ട് തൂക്കിയിടാറുണ്ട്. അപ്പോൾ അതിൽ നിന്നും വെള്ളത്തുള്ളികൾ ഇറ്റിറ്റ് വീണും അത് ഉണങ്ങാറുണ്ട്. അതിനുശേഷം ഇതുപോലെ ഉണക്കിയിടാറുണ്ട്. നന്നായിട്ട് ഉണങ്ങുമ്പോൾ ഇത് പൗഡർ പോലെയായി കാറ്റിൽ പറന്നു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഈ പൊടികളെല്ലാം അരിച്ചെടുത്തതിന് ശേഷമുള്ള ആ ഒരു വേസ്റ്റ് എന്ന് പറഞ്ഞ പൊടി ഉണ്ടല്ലോ, അതാണിത്. ഇത് നന്നായിട്ട് ഉണക്കിയെടുത്താലും നമുക്ക് പോട്ടിംഗ് മിക്സ്ചറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പനപ്പൊടി ഇവിടെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇതിൽ ഒട്ടും തന്നെ വെള്ളത്തിന്റെ അംശമില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിലായിരിക്കണം ഇതിന്റെ ഉണക്കം. അത്രയും നേരം നമ്മൾ ഉണക്കിയെടുക്കണം. കണ്ടോ, ഇത്രയും മൃദുലമായിട്ടാണ് ഇതിന്റെ പൊടി ഇരിക്കുന്നത്. ശരിക്കും നമ്മൾ മുഖത്ത് തേക്കുന്ന ആ ഒരു ടാൽക്കം പൗഡറിന്റെ അത്രയ്ക്കും നൈസായിട്ടുള്ള പൊടിയായിട്ടാണ് ഇത് കിട്ടുക. ഇനി ഈ പൊടി എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം വെക്കാം. ഇതിന്റെ എക്സ്പയറി ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചോദിച്ചവരാരും അത് പറഞ്ഞിട്ടില്ല. ഒരുപാട് കാലം, ഒരുപാട് വർഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പനപ്പൊടി തയ്യാറാക്കുന്നത് വരെയുള്ളൂ ബുദ്ധിമുട്ട്. ഇനി എല്ലാം വളരെ എളുപ്പമാണ്. ഇനി ഇത് കഴിക്കുന്ന പരുവത്തിലാക്കിയെടുക്കാം. അതിന് പനപ്പിട്ട് അല്ലെങ്കിൽ പന ഹൽവ എന്നൊക്കെയാണ് ഞങ്ങൾ പറയുക. പന വിരകിയതെന്നും പറയും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ശർക്കര ഒരു 3 കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് ഉരുകി വരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി പനപ്പൊടി നമ്മൾ 1 ഗ്ലാസ് നിറയെയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ചേർത്തിരിക്കുന്ന ശർക്കരയുടെ അളവൊന്നും പ്രത്യേകം പറയാനില്ല. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ 1 ഗ്ലാസ് നിറയെ പനപ്പൊടി എടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഇതിൽ കട്ടകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിൻ്റെ കട്ടകൾ ഉടച്ച് വേണം നമ്മളിതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട്. ദോശമാവിൻ്റെ പരുവമൊന്നുമല്ല, അതിനേക്കാളും നന്നായിട്ട് നേർപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രത്തോളം വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്ന്. ഇനി ഇതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ഒരിത്തിരി ഉപ്പും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും, അതിവിടെ നിർബന്ധമാണ്. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഇത് അരിച്ച് ഒരു ഉരുളിയിലേക്കോ അല്ലെങ്കിൽ ഒരു ഇരുമ്പ് പാത്രത്തിലേക്കോ നമുക്ക് ഒഴിക്കാം. ഇങ്ങനെ ഒരു ഇരുമ്പ് പാത്രം അല്ലെങ്കിൽ അടി കട്ടിയുള്ള പാത്രത്തിൽ വേണം നമ്മൾ ഇതുപോലെയുള്ള കുറുക്ക് അല്ലെങ്കിൽ ഹലുവ ഉണ്ടാക്കാനായിട്ട്. ഇനി ഈ ശർക്കരയിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ആ മിശ്രിതം ഒഴിക്കാം. അപ്പോൾ ഒഴിക്കുന്നതിന് മുന്നേ നമ്മൾ നന്നായിട്ടൊന്ന് അടി കൂട്ടി ഇളക്കണം. ഇത് വെറുതെ വെച്ചാൽ ഉടനെ അടിയിൽ ആ പൊടികളൊക്കെ അടിഞ്ഞുകൂടും. അപ്പോൾ എപ്പോഴും അടി കൂട്ടി ഇളക്കിയതിന് ശേഷം മാത്രം ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തീ വളരെ കുറച്ച് വെക്കുക. എന്നിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കുക. ഒരിക്കലും കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് കട്ടിയായിട്ട് പെട്ടെന്ന് തന്നെ പാകമാവും. പക്ഷെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തീ കുറച്ചതിന് ശേഷം വളരെ ചെറിയ തീയിൽ ഇളക്കി കൊടുക്കുമ്പോൾ ചെറുതായിട്ട് വേണം ഇത് കട്ടിയായിട്ട് വരാൻ. ഇത് കണ്ടോ, ഒരുപാട് നേരം ഇളക്കിയതിന് ശേഷമാണ് ഈ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാകും. ചെറിയൊരു കണ്ണാടിയുടെ പരുവത്തിലാകും, ഒരു ഹലുവയുടെ പരുവത്തിൽ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചതും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. പണ്ടുള്ളവരൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇതൊക്കെ ഇന്നത്തെ ഫാഷൻ എന്നാണ് അവർ പറയുക. അത് മാത്രമല്ല, ഇതുപോലെ ശർക്കര തനിയെ തിളപ്പിച്ചൊഴിച്ചൊന്നും ഉണ്ടാക്കാറില്ല, ഒന്നിച്ച് തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഇന്നത്തെ ശർക്കരയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് തിളപ്പിച്ച് അരിച്ചതിന് ശേഷം നമ്മളിത് ഒന്നിച്ചുണ്ടാക്കുന്നത്. ഇനിയും ഒരുപാട് നേരം ഇത് ഇളക്കാനുണ്ട്. അടിയിൽ നിന്നും, അതായത് ചട്ടിയിൽ നിന്നും തനിയെ ഇങ്ങനെ പറഞ്ഞു വരുന്ന ആ ഒരു പരുവം വരയ്ക്കും നമ്മളിത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നല്ലൊരു ടെക്സ്ചറിൽ കിട്ടുന്നതായിരിക്കും. ഇത് നല്ല ചൂടോടെ വാഴയിലയിൽ വിളമ്പി അതിന് മുകളിൽ ഒരു ഇത്തിരി നെയ്യും ചേർത്ത് കഴിക്കാൻ പറഞ്ഞറിയിക്കാനാവാത്ത രുചിയാണ്. ഈ പനപ്പൊടിയുടെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് ഇത് വരട്ടിയെടുക്കാറുണ്ട്, കുറച്ചൊരു കട്ടിയാവാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങളുടെ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നാണല്ലോ പറയുക. അതുപോലെ വീട്ടിലുള്ള എല്ലാവരും കൂടി കുറച്ചൊന്നും ബുദ്ധിമുട്ടി ഇതുപോലെ പനപ്പൊടിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്കിഷ്ടമുള്ളപ്പോഴെല്ലാം ഇതുപോലെ വളരെ നാച്ചുറലായിട്ടുള്ള ഒരു കൃത്രിമവും ചേർക്കാത്ത ഹൽവ അല്ലെങ്കിൽ പനപ്പിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് താഴെ പറഞ്ഞാൽ മതി, ഞാനതിന് ഉത്തരം തരുന്നതായിരിക്കും. ഇത് മാത്രമല്ല, നീലഗിരിയിലെയും വയനാട്ടിലെയും വളരെ റെയർ ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട്. എല്ലാവരും കയറി കണ്ടു നോക്കി ചാനൽ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.